അല്ലെങ്കിൽ കൂടിയും ഞാൻ ചെറിയ റീലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ ഇടാറുണ്ട്. കാരണം നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കണ ഇതാണ്, റീച്ചാണ് അത്. താഴോട്ട് വയ്ക്കാൻ പിന്നെ ഒന്നിന്ന് എടുത്ത് തുടങ്ങാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊരു വീഡിയോ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ റീച്ച് നന്നായിട്ട് പൊങ്ങിയായിരുന്നു കേട്ടോ. കുറച്ചും കൂടി ആദ്യം ശ്രമിച്ചാൽ നമുക്ക് ഏണിങ്സും അതിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ എൻ്റെ എന്തോ ഒരു മടി കാരണം എന്തോ എനിക്കറിയാൻ പാടില്ല, ഞാൻ 2-3 ദിവസത്തേക്ക് വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും ഡൗൺ ആയി. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഒച്ച കേൾക്കുമായിരിക്കും, കാരണം നമ്മുടെ വീട് അടിച്ചടിപ്പിച്ചിരിക്കണോണ്ട്. അപ്പോൾ അത് വീട്ടിൽ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പോഴത്തെ വീട്ടിൽ കേൾക്കും. അങ്ങനെയല്ല, പുറത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ച കേൾക്കും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അച്ഛൻ്റെ അമ്മയാണെങ്കിലും കാണാറുണ്ട്, വീഡിയോ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നലെയും കൂടി രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ തരാൻ വേണ്ടി 2 പേരും കൂടി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ പറയാനായിരുന്നു ചിലപ്പോൾ ഈ ഒരു വട്ടം ഞാനൊരു നെഗറ്റീവ് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് പറഞ്ഞത് അങ്ങനത്തെ വീഡിയോ ഇടണ്ട, നമുക്ക് വേറെ മിനി വ്ളോഗ് അങ്ങനെ പോലത്തെ കാര്യങ്ങൾ കാണാനാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ എനിക്കും തോന്നി കൊടുക്കണ്ട, ആ ഒരു സമയം ആകുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ളത് എനിക്കും തോന്നിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനെല്ലാം കാണുന്നുണ്ട്, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്, എൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞ് നടക്കണമെങ്കിൽ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ എന്നിട്ടും ഒന്നും മിണ്ടാത്തത് ഒരു ടൈമുണ്ട്, അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതാവട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനാണോ ചെയ്തത്, ഞാൻ ആരെപ്പറ്റിയാണ് പറയണതെന്നും കൂടി അറിയാണ്ട്, ആരുടെയോ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, അറിയാണ്ട് ഈ കിടന്ന് പറയണത്, എൻ്റെ പേരിങ്ങനെ പറയണത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിനുള്ളതൊക്കെ ഞാൻ വഴിയെ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാൻ എന്നെ തന്നെ ഇൻസ്പിറേഷൻ ചെയ്തത്. തുടങ്ങൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പം നമുക്ക് 5K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോണെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഗീവ് അവേ എന്തായാലും ഞാൻ വെക്കുന്നതാണ്, പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ വീഡിയോയിലും കാണാം, കമൻറ്റ്സ് ഇടുക, നല്ല നല്ല കമൻറ്റ്സ്. ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അതേപോലെ നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലതും പറയാം. എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കും, തെറി ഒഴിച്ച് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കുന്നതാണ്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നമ്മൾ Q&A ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ കൂടി ബാക്കിയുണ്ട്, അത് ഞാൻ മെല്ലെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.